പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഇന്ന് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാൻ കർത്താവ് തരുന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസി സിസ്റ്റർ റോസ്ലിൻ ആൻഡ് കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. റോസ്ലാൻഡിയെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ അഡ്മിൻസിനെയും മെമ്പേഴ്സിനെയും എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ ആഗ്രഹത്തോടെ വളരെ തീഷ്ണതയോടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഒരു ഗ്രൂപ്പാണത്. എനിവേ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കർത്താവ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണോ നാം എന്ന ഒരു ചിന്തയാണ് നാം എല്ലാവരും കൂടെ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അതാത് സ്ഥലങ്ങളിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ആദ്യമേ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹെബ്രോൺ ഇന്റർനാഷണൽ മിനിസ്ട്രിയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പിലായിരിക്കാൻ, ആ മിനിസ്ട്രിയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഇനിയും വാച്ച് ചെയ്യാനുള്ളവരെയൊക്കെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം കേൾക്കുക അല്ലെങ്കിൽ അത് ഗ്രഹിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, അല്ലെ? കാരണം ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒക്കെ നാം കേൾക്കുമ്പോൾ, കാണുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധഭീഷണികളും ഓരോ സംഭവങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ പോലും നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുക, ബലപ്പെടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈവിലൂടെയൊക്കെയും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കിട്ടുന്ന ഈ ഭാഗ്യം നമ്മൾ ഉപയോഗിക്കുവാൻ ഇടയായി തീരട്ടെ. അത് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് ചിന്തയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം 53-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. അപ്പ ഈ വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് മനസ്സിലാക്കി തരണമേ. അപ്പ എന്റെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ വചനം ഞങ്ങളോട് ഓരോരുത്തരോടും അങ്ങ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി മാറണം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ആകുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ആദ്യം മുതൽ അവസാനം വരെയും കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകലത് ഞങ്ങൾക്ക് വിടിച്ചും വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാനിവിടെ വായിച്ച വചനം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ സെയിം വാക്യം തന്നെ 14-ാം സങ്കീർത്തനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് 53-ാം സങ്കീർത്തനത്തിൽ 6 വാക്യങ്ങളാണുള്ളത്, 14-ാം സങ്കീർത്തനത്തിൽ 7 വാക്യങ്ങളും. അതിൽ ഏകദേശം സെയിം ആയിട്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ പ്രിയരെ, ഈ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന വചനം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് സങ്കീർത്തനത്തിൽ തന്നെ 2 അധ്യായത്തിലൂടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണിത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം താല്പര്യത്തോടുകൂടി ഈ വചനത്തിന്റെ മർമ്മങ്ങളും ആഴങ്ങളും നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഈ വചനത്തിൽ ബുദ്ധിമാൻ എന്നാണ് പറയുന്നത്, അല്ലെ? ലോകപരമായി മനുഷ്യൻ ബുദ്ധിമാൻ എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ ശാസ്ത്രജ്ഞനായിരിക്കണം, എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തിയവനായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും നല്ലതുപോലെ പഠിച്ച് നല്ല നിലയിലെത്തിയവനായിരിക്കണം, അല്ലെങ്കിൽ എത്രമാത്രം കാശുണ്ടാക്കി, അധികം കാശുണ്ടാക്കി വലിയ ധനവാനായിരിക്കണം. അങ്ങനെ പല രീതിയിലാണ് ഈ ലോകം അല്ലെങ്കിൽ മനുഷ്യൻ ബുദ്ധിമാൻ എന്ന ഗണത്തിൽപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്,
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ബുദ്ധിമാൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല വാക്യമാണല്ലേ. ചിലരൊക്കെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ലോകത്തിൽ പറയാറുണ്ട്, ദൈവമൊന്നുമില്ലെന്നേ, സ്വർഗമൊന്നുമില്ല, ഇതൊക്കെ മനുഷ്യർ വെറുതെ ഉണ്ടാക്കുന്ന കെട്ടുകഥയാണ്, സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാണ് എന്നൊക്കെ ചിലരിങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ പ്രിയരെ, ഈ വാക്യം നാം വായിക്കുമ്പോൾ ഇവിടെ ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും പ്രതിപാദിക്കുന്ന ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു വാക്യമാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കൂട്ടർ ദൈവമില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് 53-ാം അധ്യായത്തിന്റെ തന്നെ 1-ാം വാക്യം പറയുന്നുണ്ട്. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. പ്രിയരെ, ദൈവമില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന മ്ലേച്ഛത്തരങ്ങളും വഷളത്തരങ്ങളും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ദൈവമില്ല എന്നവൻ പറയുന്നത്. അവനെ മൂഢൻ എന്നാണ് വചനം പറയുന്നത്. എന്നാൽ നാം എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ എല്ലാവരും ദൈവത്തെ അന്വേഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് ആ ഒരു സത്യം കേറട്ടെ. ദൈവത്തെ നാം അന്വേഷിക്കണം. കാരണം മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തെ നാം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം, ആ സത്യം നാം ഇന്ന് മനസ്സിലാക്കി തന്നെ പോകണം. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം വാക്യത്തിന്റെ 6-ാം വാക്യം 55-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്നത്, യഹോവയെ കണ്ടെത്താകുന്ന സമയം അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുന്നു, അവനെ വിളിച്ചപേക്ഷിപ്പിൻ. പ്രിയ ദൈവജനമേ, ദൈവം നമുക്കടുത്താണ്, അവൻ ദൂരെയെങ്ങുമല്ല. അതുകൊണ്ട് അവനെ കണ്ടെത്താകുന്ന സമയത്ത് തന്നെ അവനെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യം പറയുകയാണ്, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. അതേ പ്രിയരെ, ദുഷ്ടത്തരം ചെയ്തുകൊണ്ട് നീതികെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ പോലും അവർ കർത്താവിന്റെ പാതയിലേക്ക് വന്നാൽ, ദൈവത്തെ അന്വേഷിക്കുന്നവരായാൽ അവരോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവ് പറയുന്നത്, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവർ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് യഹോവയെങ്കിലേക്ക് തിരിയുവാൻ തയ്യാറായാൽ അവനോട് ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധാരാളം ക്ഷമിക്കും. അങ്ങനെ നീതികെട്ടവരോട് പോലും അല്ലെങ്കിൽ ദുഷ്ടരോട് പോലും ധാരാളം ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് തന്നെ നാം അവനെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ഈ ലോകത്തിലുള്ള ലൈഫ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല, അല്ലെ? നാളെ നാം ജീവനോടെ ഇരിക്കുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ഒരു വ്യക്തിക്ക് പോലും നാളെ ഇത്ര സമയത്ത് ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് പറയുവാൻ ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നാം അവനെ കണ്ടെത്താകുന്ന സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ആ സമയത്ത് തന്നെ കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്തുവാനിടയായി തീരും. പ്രിയരെ, എപ്പോഴാണ് അന്വേഷിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം പല വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതായത് ആദ്യം അവന്റെ രാജ്യവും നീതിയും ആണ് അന്വേഷിക്കേണ്ടത്. ദൈവത്തെയാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. പ്രിയരെ, നാം എല്ലാവരും എനിക്ക് ജോലി വേണം, എനിക്ക് വസ്ത്രം വേണം, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണം, നല്ല ജോലി വേണം, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം,
അതെല്ലാം വേണം. നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം വേണം. നമുക്ക് വീട് വേണം, കാറ് വേണം, എല്ലാം വേണം. എങ്കിൽ പോലും ദൈവത്തിന്റെ വചനം പറയുകയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ആദ്യം ദൈവത്തെയാണ് അന്വേഷിക്കേണ്ടത്. അതോടുകൂടി ഇതൊക്കെയും നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവിനറിയാം. നമുക്ക് ആവശ്യമുള്ള വസ്ത്രം വേണം, നമുക്ക് ആവശ്യമുള്ള ആഹാരം വേണം, നമുക്ക് ആവശ്യമുള്ള പാർപ്പിടം വേണം. അതെല്ലാം ഇതോടുകൂടി, അതായത് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ, ദൈവത്തെ അന്വേഷിച്ചാൽ ഇതെല്ലാം നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തക്ക സമയത്ത് തരുമെന്നാണ് അവിടെ പറയുന്നത്. ഇനി എപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? സങ്കീർത്തനക്കാരൻ 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വിളിച്ചു പറയുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതികാലത്തെ ദൈവത്തെ അന്വേഷിക്കണം. പ്രിയരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ. നാം ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അതികാലത്തെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരാണോ? നാം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നവരാണോ? ഇന്ന് വരെയും എന്നെ നടത്തിയതിന് നന്ദി പറയുന്നവരാണോ നാം? ദൈവത്തെ അന്വേഷിക്കണം പ്രിയരെ. അതികാലത്തെ നാം എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവത്തെ ഒന്ന് അന്വേഷിക്കുവാൻ, ദൈവം നമ്മോട് ഇന്ന് എന്താണ് സംസാരിക്കുന്നതെന്ന് ദൈവവചനം ഒന്ന് വായിച്ചു നോക്കുവാൻ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം പ്രിയരെ. ഇനി 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം പറയുന്നു, യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. ഇവിടെ പറയുകയാണ്, നിരന്തരം അന്വേഷിക്കണം. അധികാലം മാത്രമല്ല, ഉച്ചയ്ക്കും വൈകുന്നേരവും മാത്രമല്ല, നിരന്തരം കർത്താവിനെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല വചനമാണല്ലേ. നമ്മുടെ കർത്താവിനെ നിരന്തരം അന്വേഷിക്കുന്നവരായി മാറണം. ഈ ദൈവത്തിലൂടെ നാം എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടതെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നാം ദൈവത്തിലൂടെ അന്വേഷിക്കേണ്ടത്? 34-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം പറയുന്നു, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ചു പിന്തുടരുക. ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ സമാധാനം കിട്ടുവാനിടയായി തീരും. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുവാനിടയായി തീരും. പ്രിയരെ, ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ നമുക്ക് ഗുണം വരുവാനിടയായി തീരും. നീ 119-ാം അധ്യായത്തും സങ്കീർത്തനത്തിന്റെ 45-ാം വാക്യം പറയുന്നു, നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാനുള്ള കൃപ നമുക്ക് ദൈവം തരും. വിശാലതയിൽ നടക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഇനി ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾ പറയുന്ന ഹല്ലേലൂയ സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നാ പറയുന്നത്. നമ്മൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ ഇരിക്കും. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ കർത്താവ് വളരെ വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. നീതിയും സൗമ്യതയും അന്വേഷിക്കുവാനിടയായി തീരും. അതാണ് സെഫന്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. അതേ, കൂടി വരുവിൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യതയുമായുള്ളവരെ അവനെ അന്വേഷിപ്പിൻ. നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, യഹോവയുടെ കോപ ദിവസം വരുന്നുണ്ട്. അതിനു മുമ്പ് യഹോവയെ അന്വേഷിപ്പിൻ എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ നീതിയും സൗമ്യതയും അന്വേഷിപ്പിൻ എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതോടുകൂടി ഉയരത്തിലുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യം പറയുകയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനാണ്? കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും നീതിയോടെ സമാധാനത്തോടെ സൗമ്യതയോടെ ദോഷം വിട്ടകന്ന് ജീവിക്കുവാനും നിത്യജീവൻ, അതായത് കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവിൽ ഹല്ലേലൂയ കർത്താവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ദൈവത്തെ നാം അന്വേഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയരെ. നാം ഇപ്പോൾ ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ ആർക്കും സമയമില്ലല്ലേ. എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കുക, കുടിക്കുക, തിന്നുക, ആനന്ദിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വചനം കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. അതായത് ദൈവത്തെ അന്വേഷിക്കാതെ ഈ ലോകത്തിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് തന്ന ഒരു ഉപമയാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ 16 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. അവൻ ഒത്തിരിയും സമ്പാദ്യമുണ്ടാക്കി. അവന്റെ സമ്പാദ്യമെല്ലാം വെക്കുവാൻ അവന് സ്ഥലം പോരാ എന്ന് അവന്റെ ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയത് പണിയും. അവന് ചെറിയ കളപ്പുരയായിരുന്നു, എന്നാൽ അതിൽ കൂടുതൽ വലുതായിട്ട് അവൻ പണിയും. എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് അവനോട് തന്നെ പറയുകയാണ്, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അവനോട് തന്നെ പറയുമെന്ന് പറയുക. അപ്പോൾ ദൈവം അവനോട് പറയുന്ന ഒരു വചനമാണ് അടുത്തത്. അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്നാ പറയുന്നത്. അതേ പ്രിയരെ, ദൈവത്തെ അന്വേഷിക്കാതെ ദൈവഭയമില്ലാതെ ഈ ലോകത്തിൽ നാം എന്തെല്ലാം സ്വരൂപിച്ചു വെച്ചാലും ഒരു ദിവസം ഇതെല്ലാം ഇട്ടേച്ചു പോകേണ്ടതാ. കർത്താവിന്റെ വചനം പറയുന്നു, മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. അവന്റെ ആയുസ് എന്ന് പറഞ്ഞത് 70 ഏറിയാൽ 80 എന്നാ. ഇന്ന് ഇപ്പൊ 80 70 വരെയൊന്നും ആൾക്കാർ പോകുന്നില്ല. എന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നാം എന്തെല്ലാം കൂട്ടിവെച്ചാലും ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നില്ലെങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ പ്രയോജനം എന്നാണ് ഇവിടെ ചോദിക്കുന്നത് കർത്താവ്. അപ്പോൾ നാം ഈ ലോകത്തിൽ എന്തെല്ലാം കൂട്ടിവെച്ചാലും അതൊന്നും നാം അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടേണ്ട നിത്യജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നുള്ള കാര്യം നാം അറിയാതെ പോകരുത്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തെ കാണുവാൻ സാധിക്കും. അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്, ദൈവത്തിന്റെ പ്രമാണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുവാൻ ഒരാൾ തയ്യാറായാൽ, എനിക്ക് ദൈവത്തെ കാണണം എന്ന് താല്പര്യത്തോടുകൂടി ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തെ കാണുവാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് ഉദാഹരണമായിട്ട് ഹല്ലേലൂയ പുതിയ നിയമത്തിൽ തന്നെ കർത്താവ് ഹല്ലേലൂയ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ സക്കായി എന്ന ഒരു മനുഷ്യനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആ മനുഷ്യൻ യേശുവിനെ അന്വേഷിച്ചപ്പോൾ യേശുവിനെ കണ്ടെത്തിയതായിട്ടും ആ മനുഷ്യന്റെ ഭവനത്തിലേക്ക് യേശു വന്നതായിട്ടും അവൻ യേശുവിനെ കൈക്കൊള്ളുന്നതായിട്ടും അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സക്കായി വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചാണ് അവൻ യേശുവിനെ കാണുവാൻ ശ്രമിക്കുന്നത്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കണമെന്നുള്ളൊരു ചിന്ത സക്കായിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. കാരണം സക്കായി ഒരു സത്യാന്വേഷിയായിരുന്നു, അല്ലെ? കാരണം എന്നാന്ന് ചോദിച്ചാൽ, നാം ഓരോരുത്തരും ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ ആ മതത്തിന്റെ ഭാഗമായിരിക്കുന്നത്. നമ്മൾ ആ മതത്തിന്റെ ഭാഗമായിരിക്കുന്നത് ഇന്ന മതത്തിലുള്ള ഒരു മാതാപിതാക്കളുടെ മക്കളായിട്ട് നാം ജനിച്ചതുകൊണ്ട് ആ മതത്തിന്റെ ആചാരങ്ങളും ആ പാരമ്പര്യത്തിന്റെ ആചാരങ്ങളും ഫോളോ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സത്യം എന്താണെന്നോ സത്യം ഇതാണെന്നോ ഇത് സത്യമല്ലയോ എന്നോ മിഥ്യയാണോ സത്യമാണോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല.
ഏത് മതത്തിലാണോ ഞാൻ ജനിക്കപ്പെട്ടത് ആ മതത്തിന്റെ ആചാരപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് സത്യം അന്വേഷിക്കേണ്ട ഒരു കടമ മനുഷ്യനുണ്ടെന്ന് പറയുന്നത്. അതായത് സക്കായി സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 2 മുതൽ വാക്യം വായിക്കുമ്പോൾ, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തവും അവന് കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അപ്പം ഈ സക്കായിയെ സംബന്ധിച്ച് അവൻ ചുങ്കക്കാരിൽ ഒരു പ്രമാണിയായിരുന്നു, അവൻ ധനവാനുമായിരുന്നു. നമ്മുടെ സമൂഹത്തില് ഞാൻ പലരോടും ഇങ്ങനെ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴും ഇവിടെയൊക്കെ ആണെങ്കിലും ഞാൻ പലരോട് സുവിശേഷമൊക്കെ പറയാൻ ചെല്ലുമ്പോൾ അവരുടെ ഓരോ സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്കിഷ്ടം മാതിരി ധനമുണ്ട്, എനിക്ക് ഒന്നിനും ഒരു കുറവുമില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യം എന്താ, ഞാൻ വചനം അനുസരിക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയരെ, ഇവിടെ സക്കായി എന്ന് പറയുന്നത് അവൻ അവിടുത്തെ ഒരു പ്രമാണിയായിരുന്നു, ധനവാനായിരുന്നു മനുഷ്യനാണ്. പ്രത്യേകം പറയുകയാണ്, അവന് ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലേ. അവന് ഇഷ്ടംപടി കാശ് അവന്റെ കയ്യിലുണ്ട്, എന്നാൽ അവൻ ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എന്നാൽ അവൻ യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെ അവൻ കേട്ടു അല്ലെ. യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു, യേശു ദൈവത്തിന്റെ പുത്രനായ യേശു വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നു, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗസൗഖ്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ അവൻ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. യേശു ആരാണ്, ഇന്ന ആളാന്നൊക്കെ അറിയാം. എന്നാൽ അന്നുവരെയും യേശുവിനെ കൈക്കൊണ്ടിട്ടില്ല. ഇപ്പൊ ഈ നമ്മുടെ സമൂഹത്തിലൊക്കെ ധനവാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ പദവിയൊക്കെ ഉള്ളവർ വിചാരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും കിട്ടപ്പോരിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് വചനത്തിന്റെ പുറകെ പോകുന്നതാണെന്നൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയരെ, ധനവാനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തെ കൂടാതെയുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ ശൂന്യമാണ് എന്നുള്ള കാര്യം ആദ്യം നാം മനസ്സിലാക്കിയിരിക്കണം. നാം ഏത് സമയത്തും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തെ അന്വേഷിച്ച് അവനെ അന്വേഷിച്ച് അവനെ കണ്ടെത്തി അവനെ കൈക്കൊള്ളുവാനിടയായി തീരണം. സക്കായി യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കേട്ടു, അതറിഞ്ഞു. എന്നാൽ അവൻ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് അവൻ ഒതുങ്ങിയില്ല അല്ലെ. നമുക്കിവിടെ വിശദമായിട്ട് പഠിക്കുമ്പോൾ അവൻ യേശുവിനെ കേട്ടു, യേശു വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ആണെന്നും അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കേട്ടെങ്കിലും അതിൽ അവൻ ഒതുങ്ങിപ്പോയില്ല. അവൻ പേഴ്സണലായി വ്യക്തിപരമായി യേശുവിനെ അറിയുവാൻ ആഗ്രഹിച്ചു. ഇപ്പൊ നമ്മുടെ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങളും ഇങ്ങനെ തന്നെയല്ലേ. യേശുവിനെ അറിയാം, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് അറിയാം, എല്ലാം അറിയാമെങ്കിലും പേഴ്സണലായി യേശുവിനെ കൈക്കൊള്ളുവാൻ ആർക്കും താല്പര്യമില്ല. യേശുവിന്റെ അത്ഭുതം വേണം, രോഗസൗഖ്യം വേണം, വചനം വേണം, വചനമൊക്കെ ഒരു മൂലയിൽ വെച്ചേക്കാം. എന്നാൽ യേശുവിനെ വ്യക്തിപരമായി അറിയുവാൻ, അവനെ കൈക്കൊള്ളുവാൻ ആർക്കും താല്പര്യമില്ല. എന്നാൽ സക്കായി അങ്ങനെയല്ല ചെയ്തത്. അവൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും ഹല്ലേലൂയ തടസ്സങ്ങൾ ഉണ്ടായിട്ടും അവൻ ഓടി മരത്തിന്മേൽ കയറി യേശുവിനെ കാണുവാനിടയായി തീർന്നു. പ്രിയരെ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പാരമ്പര്യത്തിന്റെ എത്രമാത്രം തടസ്സങ്ങൾ കടന്നു വന്നാലും സമൂഹത്തിന്റെ എത്രമാത്രം തടസ്സങ്ങൾ വന്നാലും യേശുവിനെ കാണുവാൻ നാം
അന്വേഷിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ടെങ്കിൽ ഈ തടസ്സങ്ങളൊന്നും നമ്മെ തടസ്സപ്പെടുത്തത്തില്ല. നാം യേശുവിനെ കണ്ടു തന്നെ ഇരിക്കും. ഇതാണ് സക്കായിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. സക്കായി അന്വേഷിച്ചു, കർത്താവിനെ കണ്ടെത്തി, യേശുവിനെ കൈക്കൊള്ളുവാനിടയായി തീർന്നു. അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വരുവാൻ ഈ സമൂഹത്തിൽ താല്പര്യമുള്ളവർ യേശുവിനെ അന്വേഷിക്കുവാനിടയായി തീരണം. യേശുവിന്റെ അത്ഭുതങ്ങളിലോ ആ യേശുവിന്റെ സൗഖ്യത്തിലോ ഒതുങ്ങിപ്പോകാതെ യേശുവിനെ കൈക്കൊള്ളുവാൻ, അവനിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് വരുവാനിടയായി തീരണം. ഇവിടെ സക്കായി വാസ്തവമായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ തടസ്സമുണ്ടായി. എന്താണ് തടസ്സം? ഒന്ന്, അവൻ പൊക്കം കുറഞ്ഞവനായിരുന്നു. രണ്ടാമത്തെ തടസ്സം എന്നാന്ന് ചോദിച്ചാൽ, കൂടെയുള്ള പുരുഷാരം മൊത്തം ഇവനേക്കാൾ പൊക്കമുള്ളവനാ. അപ്പോൾ ഈ തടസ്സമുണ്ടായപ്പോൾ ആ തടസ്സത്തെ വകവയ്ക്കാതെ, ആ ഭീഷണിയെ വകവെക്കാതെ അവൻ ഓടിപ്പോയി കാട്ടത്തിമേൽ കയറി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ പാരമ്പര്യത്തിലായിരിക്കുന്നവർക്ക് ഇപ്പോഴും കർത്താവിനെ കാണുവാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ, ഈ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. സക്കായിയെ പോലെ ഉത്സാഹത്തോടെ ഓടി അവരെന്തു പറഞ്ഞാലും എനിക്ക് സാരമില്ല, എന്റെ പാരമ്പര്യക്കാർ പലതും പറയട്ടെ, എന്റെ കുടുംബക്കാർ പലതും പറയട്ടെ, എന്റെ വീട്ടുകാർ പലതും പറയട്ടെ, എന്നാൽ അതൊന്നും എനിക്ക് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടോടുവാൻ, ആ കർത്താവിനെ ഒന്ന് അന്വേഷിക്കുവാൻ, ആ കർത്താവിനെ ഒന്ന് കൈക്കൊള്ളുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ പ്രിയരെ, ഈ തടസ്സങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധമായിട്ട് വരത്തില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ പുരുഷാരം ഇവനേക്കാൾ പൊങ്ങി നിൽക്കുന്നത് പോലെ നമ്മുടെ ഇപ്പോൾ പാരമ്പര്യത്തിൽ, ആ പാരമ്പര്യത്തിന്റെ പ്രവൃത്തിയും അതിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം കർത്താവിനേക്കാൾ, ഹല്ലേലൂയ, നമ്മൾ അറിയേണ്ട അന്വേഷിക്കുന്നവനേക്കാൾ പൊങ്ങി നിൽക്കുകയാണ്. അതിനെ ഒന്ന് തരണം ചെയ്യുവാൻ, അതിനെ ഒന്ന് ധാരണം ചെയ്യുവാനുള്ള വിശ്വാസവും കർത്താവിലുള്ള ആ ഉറപ്പും നമുക്ക് കിട്ടിയാൽ ഈ തടസ്സങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഒന്നുമില്ല എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, സക്കായി ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും കർത്താവിനെ എനിക്ക് അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം, എനിക്ക് എന്റെ കർത്താവിനെ കൈക്കൊള്ളണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അന്വേഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇനി ഒരു വ്യക്തി കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അവനിൽ ചില വ്യത്യാസങ്ങൾ കാണുവാനിടയായിത്തീരും. അത് കർത്താവ് വന്നതിന്റെ അടയാളമാണ്. അതായത് കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തി അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ഉള്ളത്തിലേക്ക് കർത്താവ് വന്നു കഴിയുമ്പോൾ പല അടയാളങ്ങളും അവനിൽ ഉണ്ടാകുവാനിടയായിത്തീരും. ഇവിടെ ഈ സക്കായി കർത്താവിനോട് പറയുകയാണ്, സക്കായി നിന്ന് കർത്താവിന്, അതിന്റെ 8-ാം വാക്യം, 19-ന്റെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് സക്കായിയോട് പറഞ്ഞില്ല ഒന്നും. സക്കായി, നിന്റെ ഹൃദയത്തിൽ ഞാൻ വന്നല്ലോ, അതുകൊണ്ട് നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി നീ ദരിദ്രർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും കർത്താവോട് പറയുന്നില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ അവസ്ഥ മാറുകയാണ്. അവൻ പഴയ ആളല്ല, ഒരു പുതിയ വ്യക്തിയായിട്ട് അവൻ മാറുകയാണ്. അവൻ ചുങ്കക്കാരനായിരുന്നത് കൊണ്ട് പലരോടും പിടിച്ചു വാങ്ങിയത്, പലരോടും അവൻ കൂട്ടമായി എടുത്തു വാങ്ങിയതല്ല അവൻ തിരിച്ചു കൊടുക്കുവാൻ കർത്താവിനോട് ഹല്ലേലൂയ ഒരു തീരുമാനമെടുക്കുക.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ പ്രിയരെ, സക്കായിയെ പോലെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുമയുണ്ടാകും. പഴയ ജീവിതമല്ല പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പുതിയൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ കാഴ്ചപ്പാടുകളിലെല്ലാം അത് പ്രതിഫലിക്കുവാനിടയായിത്തീരും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്നാന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, യേശുവിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. രോഗങ്ങൾ സൗഖ്യമാകണം, ഭൂതങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി രക്ഷപ്പെടണം, ജോലി കിട്ടണം, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഹല്ലേലൂയ കർത്താവിലേക്ക് വരുന്നത്. എന്നാൽ കർത്താവിലേക്ക് വന്ന് ഈ കാര്യമെല്ലാം സാധിച്ചു കഴിയുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുക. എന്നാൽ പ്രിയരെ, നാം അറിയേണ്ട വസ്തുത, രോഗങ്ങൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ പുറത്താകണം, സാത്താന്യ ബന്ധനങ്ങൾ അഴിയണം, നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം കിട്ടണം. എങ്കിൽ പോലും അതെല്ലാം ആവശ്യമാണെങ്കിൽ അത്യാവശ്യമായ ചിലതുണ്ട്. അതായത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നതാണ് അത്യാവശ്യമെന്ന് കർത്താവ് പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വിളിച്ചു പറയുന്നു, എങ്കിലും, അതായത് ശിഷ്യന്മാരെല്ലാം ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി, ഹല്ലേലൂയ, രോഗങ്ങളൊക്കെ സൗഖ്യമായി എന്നൊക്കെയും വലിയ ഗമയോടെ കർത്താവിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതിലല്ല, രോഗങ്ങൾ സൗഖ്യമാക്കുന്നതിലല്ല നാം സന്തോഷിക്കേണ്ടത്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? രക്ഷയുടെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കത്തുന്ന തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയുന്നുവെങ്കിൽ, പ്രിയരെ, ഈ നാളുകളിൽ മറ്റുള്ള ഒന്നിനേക്കാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നതിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ, ദൈവവചനത്തില് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ശിഷ്യന്മാരോടൊക്കെ, പത്രോസിനോടും അതുപോലെ മത്തായി, ലേവി എന്ന മത്തായിയോടും, അതുപോലെ തന്നെ ഇപ്പം ഇതുപോലെ ഇന്ന് നമ്മള് സക്കായിയൊക്കെ കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടി ഒരു നിമിഷം പോലും അവരെടുത്തില്ലല്ലേ. പെട്ടെന്ന് തന്നെ തനിക്കുള്ളതെല്ലാം സകലവും വിട്ട് അനുഗമിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ആ തീഷ്ണത എത്ര അധികമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലെ. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തിയതാണെങ്കിൽ ഒരു നിധിയെപ്പോലെ അത് കാത്തു സൂക്ഷിക്കുവാനിടയായി തീരും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞവർ പലപ്പോഴും പിന്മാറിപ്പോകുന്നത്, അവര് ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കാത്തത് എന്താണെന്നൊക്കെ എനിക്ക് ഭാരം തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ ആ വചനത്തിന്റെ ആഴം, അല്ലെങ്കിൽ കർത്താവിനോടുള്ള ആ സ്നേഹം, ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് അത് വളരെ ആഴത്തിലുള്ളതാണെങ്കിൽ ഒരിക്കലും നാം പിന്മാറിപ്പോകത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നത് സകലവും വിട്ട് അനുഗമിക്കുവാനാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം പറയുന്നു, അതിന് യേശു എന്റെ നിമിത്തം, സുവിശേഷം നിമിത്തവും എന്റെ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവർ ആരുമില്ല എന്ന് സത്യമായിട്ട് പറയുന്നു. അപ്പോൾ പ്രിയരെ, നാം എന്തെങ്കിലും സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നാം ഉപദ്രവം സഹിക്കേണ്ടി വന്നാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നാം പേടിക്കേണ്ട ആവശ്യമില്ല.
കർത്താവ് 100 മടങ്ങ് തിരിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനാണ്. അതുകൊണ്ട് പ്രിയരെ, ഈ നല്ല കാലത്ത് നമുക്ക് ഹല്ലേലൂയ ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് ദൈവം ജീവനും സമ്പത്തും ആരോഗ്യവും ജോലിയും എല്ലാം തന്നിരിക്കുന്ന സമയത്ത് കർത്താവിനെ അന്വേഷിക്കുവാൻ ഇടയായി തീരണം. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ആ കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനോട് കൂടെയുള്ള ഒരു ജീവിതം. ഇതുവരെയും കർത്താവിനെ അന്വേഷിച്ചിട്ടില്ല, എന്റെ കർത്താവിനെ എനിക്ക് അറിയത്തില്ല, ഇതാണോ സത്യം, ഏതാണ് സത്യമെന്ന് അറിയാത്തവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവജനമേ, ഇന്നു മുതൽ കർത്താവിനെ അന്വേഷിക്കുവാൻ ഇടയായി തീരണം. യേശു എന്ന വ്യക്തിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം. എന്നാൽ അതോടുകൂടി ഒതുങ്ങിപ്പോകാതെ സക്കായി കൈക്കൊണ്ടതുപോലെ എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് കർത്താവെ ഒന്ന് കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ അന്വേഷിക്കുവാൻ ഇടയായി തീരണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരും, നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തരും. അതുമാത്രമല്ല, കർത്താവിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന നിത്യജീവനും അവകാശമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് കുറിവാക്യത്തിൽ നാം വായിച്ചതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ, ഹല്ലേലൂയ, ഞാൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ദൈവം നോക്കുകയാണെന്ന് പറയുമ്പോൾ, ആ ദൈവം നോക്കുമ്പോൾ ഞാനും ആ കൂട്ടത്തിലുണ്ട്. എന്നെയും ദൈവമേ കാണണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദാഹത്തോടെ ഉത്സാഹത്തോടെ കർത്താവിനെ ഒന്ന് അന്വേഷിക്കുവാൻ ഈ നാളുകളിൽ ദൈവം സഹായിക്കട്ടെ. അന്വേഷിച്ച് കർത്താവ് കണ്ടെത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവസാനം വരെയും കർത്താവിനെ ഫോളോ ചെയ്തുകൊണ്ട്, ആ നല്ല കർത്താവിനെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യജീവൻ തരുവാനിടയായി തീരും. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന ഈ വചനങ്ങൾക്കായി സ്തോത്രം. അപ്പാ, ഹല്ലേലൂയ, അങ്ങ് എത്രയോ നല്ലവനാണ്. അപ്പാ, വചനം കർത്താവെ ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്. അപ്പാ, ഹല്ലേലൂയ, ഈ വചനം പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വെളിപ്പെടണം. കർത്താവെ, പല രാജ്യങ്ങളിലിരുന്ന്, പല ദേശങ്ങളിലിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ഇതുവരെയും കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്താത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസം തന്നെ നല്ല തീരുമാനമെടുത്ത് കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ അവരെ സഹായിക്കുമാറാകണം. കർത്താവെ, ഹല്ലേലൂയ, കണ്ടെത്തിയവർ പലരും കർത്താവെ അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. കർത്താവെ, പല കാരണങ്ങളാൽ, കർത്താവെ, പാരമ്പര്യത്തെ പേടിച്ച്, ഹല്ലേലൂയ, സഭയെ പേടിച്ച്, ഹല്ലേലൂയ, ആചാരങ്ങളെ പേടിച്ച്, ഹല്ലേലൂയ, പലരും പുറകോട്ട് പിന്മാറി പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഈ ദിവസങ്ങളിൽ അവിടെ ഉള്ളത്തോടങ്ങ് ഇടപെടുമാറാകണം. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ സഹായിക്കണം. വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ സഹായിക്കണം. പാപികൾ മാനസാന്തരപ്പെടുവാൻ അങ്ങ് സഹായിക്കണം. ദൈവത്തെ അന്വേഷിക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഗ്രൂപ്പിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണം. എല്ലാ മെമ്പേഴ്സിനെ അനുഗ്രഹിക്കണം. കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തു സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.